അപ്രതീക്ഷിത നീക്കമാണോ ഇപ്പോൾ നടന്നിരിക്കുന്നത് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ. സ്വർണ്ണക്കൊള്ള ഒരു നിർണായക ഘട്ടത്തിലാണ് എന്ന് വേണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ശബരിമലയിലെ ഈ തന്ത്രിയെ പോലെ ഒരാൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു കീഴ്ശാന്തിയെ ശബരിമലയിൽ വെക്കാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന ദേവസ്വം ബോർഡിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഞാനൊരു മാസം മുന്നേ ഈ പറയുന്ന മീറ്റ് പറഞ്ഞതാണ്. ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. തന്ത്രിയെ പോലെ ഒരാളാണ് അവരെ കീഴ്ശാന്തിനെ താന്ത്രിക വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്, എങ്ങനെയാണ്, ആരാണ് കീഴ്ശാന്തിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ ശബരിമലയിൽ കീഴ്ശാന്തിയായി വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് തന്ത്രിക്ക് അതിൻ്റെ അകത്ത് കാര്യമായ റോള് ഉണ്ട് എന്നുള്ള നിലയിലേക്ക് അന്നേ ചർച്ചകൾ വന്നതാണ്. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ആ കാര്യങ്ങൾ കാര്യമായി ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം ഇത്രയും നാൾ നീണ്ടുപോയത് എന്നുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ അഴിച്ച് കയ്യിൽ കൊടുത്തു വിടുന്ന സമയത്ത് താന്ത്രിക വിധി അടിസ്ഥാനത്തിൽപ്പെടുത്തിയ ഒരു പൂജയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന റിമാൻഡ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ റിമാൻഡ് മെമ്മോ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴെന്താണ്, അവിടെ ശബരിമലയിൽ നടത്തേണ്ട ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി അതാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആരതാണ്, ഈ പറഞ്ഞ ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തന്ത്രിക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ വാജിവാഹനം അതുപോലെ പിന്നെ നമ്മുടെ കൊടിമരത്തിന് താഴെയുള്ള വിഗ്രഹങ്ങൾ, ഈ വിഗ്രഹങ്ങളെല്ലാം ശരിക്കും എവിടെയാണ് ഇരിക്കേണ്ടത്? ആറന്മുളയിലെ പിന്നെ സ്ട്രോങ് റൂമിൽ ഇരിക്കേണ്ട സാധനമാണ്. അതിരിക്കുന്നത് പറഞ്ഞ രാജീവ് കണ്ഠരുടെ വീട്ടിലാണ്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആർക്കും എന്തുകൊണ്ട് അങ്ങനെ ഒരു ശബരിമലയിൽ തന്ത്രിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നേരത്തെ ജിമ്മി സാർ പറഞ്ഞ പോലെ കേരള സർക്കാരായിരുന്നെങ്കിൽ അത് ചെയ്യാൻ കഴിയുണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അത് രാഷ്ട്രീയമായ പല ഇടപെടലുകൾ ആ സ്ഥലത്ത് വരും. അല്ലെങ്കിൽ പ്രതിപക്ഷ ഇരുന്ന കോൺഗ്രസ് ആണ് ഭരണത്തിലിരിക്കുന്നത്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റിയത്? ഈ പറയുന്ന ആരും ചോദിക്കാനില്ല, അതിനകത്ത് ചോദിക്കാൻ ആരേ ഉള്ളൂ? കോടതി മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ SIT അന്വേഷണം നടത്തുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പോയത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അന്വേഷണം ഈ രീതിയിൽ പോകുമെന്നുള്ളത് ആർക്കും അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതുപോലെ ഒരു അന്വേഷണം ഇങ്ങനെ നടന്നതുകൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോയതെന്നുള്ളതാണ്. അപ്പം രാജീവ് കണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറുപടി പറയേണ്ട കുറേ കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഈ തന്ത്രിക്ക് താന്ത്രികമായി എന്തൊക്കെ കാര്യങ്ങൾ ശബരിമലയിൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റും, ഇതെല്ലാം IPCയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം താന്ത്രിക വിധി പ്രകാരമുള്ള എല്ലാ പൂജകളും പിന്നെ IPC നോക്കിയിട്ട് നടത്താൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുകയാണ്, ഈ സ്വർണ്ണപ്പാളി നടത്തിക്കൊണ്ട് പോകുന്നത് അവിടെ പൂജ നടത്തണ്ട എന്ന് തന്ത്രി പറഞ്ഞാൽ പൂജ നടത്തണ്ട എന്നുള്ളതാണ്. പക്ഷേ അത് ദേവസ്വം ബോർഡിനെ കയറിയിട്ട് പൂജ നടത്തണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട എല്ലാ പൂജകൾക്കും നേതൃത്വം നൽകുന്നത് തന്ത്രിയാണ്. എന്താണ് നമ്മുടെ മേൽശാന്തിക്ക് കാര്യങ്ങൾ പറയാൻ പിന്നെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകി കൊടുക്കുന്നത് തന്ത്രിയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും തന്ത്രി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് കയറി ദേവസ്വം ബോർഡ് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് ഏത് രീതിയിൽ കോടതിയിൽ പ്രതിഫലിക്കുന്നു? ഇപ്പോൾ രാജീവ് കണ്ഠരുടെ വക്കീലതാണ്, തന്ത്രിയുടെ വക്കീലതാണ് പറയുന്നത് ഇതെല്ലാം പിന്നെ നിയമത്തിന് പുറത്താണ്. കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നേരിട്ട് തന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഇല്ലാതെ SIT അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം SIT വളരെ ഈ കാര്യങ്ങളെല്ലാം, കാരണം കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വലിയ രീതിയിൽ പിന്നെ രാഷ്ട്രീയമായി ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് SIT അറസ്റ്റ് നടത്തണമെങ്കിൽ ഇതിനകത്ത് കാര്യമായ തെളിവുകൾ ഇല്ലാതെ നടത്തും എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, കേരളത്തിലെ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.